അർബുദ രോഗികളായ അമ്മയും മകനും സഹായം തേടുന്നു. മയ്യനാട് കൈതപ്പുഴ സ്വദേശികളായ അമ്മയും മകനുമാണ് സഹായം തേടുന്നത്. ഞാനും കൂടെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് താങ്ങാൻ വയ്യ. ഞാനും കൂടെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറെ ആരും സാമ്പത്തികമൊക്കെ വളരെ ബുദ്ധിമുട്ട്. ഞാനും മോനും അല്ലേ ഉള്ളു, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. എന്റെ നാട്ടുകാരും എന്റെ അയൽക്കാരും. മയ്യനാട് കൈതപ്പുഴ ഞാറയിൽ തൊടിയിൽ ശൈലജയും മകൻ അനീഷുമാണ് ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 2 വർഷം മുമ്പാണ് മകൻ അനീഷിന് വായിൽ ക്യാൻസർ ബാധിച്ചത്. ചികിത്സയും ശസ്ത്രക്രിയയും നടത്തി. എന്നാൽ ഇപ്പോൾ വീണ്ടും ക്യാൻസർ അവിടെ തന്നെ രൂപപ്പെട്ടു. ഞാൻ 2 വർഷം കഴിഞ്ഞു സുഖമില്ലാതായിട്ട്. അപ്പം എനിക്ക് ഇറക്കി വെച്ചിപ്പോൾ വേദന വന്ന് ഞാൻ ബയോപ്സി എടുത്തിട്ട് വന്നിരിക്കുകയാണ്. 11-ാം തീയതി പോകണം. ആദ്യമേ കീമോ റേഡിയേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. കഴിഞ്ഞ് സർജറി ചെയ്ത് ഇപ്പൊ പിന്നെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അത് ഞാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. 7 മാസമായി അമ്മയും ക്യാൻസറിന്റെ പിടിയിലാണ്. പഞ്ചായത്തിൽ നിന്നും ഇവർക്ക് ലഭിച്ച വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസിക്കുന്നത്. ഇരുവരും രോഗശയ്യയിലായതോടെ ഭക്ഷണത്തിനും മരുന്നിനും ചികിത്സയ്ക്കും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 17-ാം വാർഡില് താമസിക്കുന്ന അമ്മയും മകനുമാണ്. ഞാൻ ഈ വാർഡ് മെമ്പറാണ്. 2 വർഷത്തോളമായി മോന് അസുഖബാധിതനാണ്. കൂലിപ്പണിക്ക് പോകുന്ന മകനായിരുന്നു. ഇപ്പോൾ ഒരു 7 മാസത്തോളമായി അമ്മയ്ക്കും ഈ അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പേരും ദിവസവേതനത്തിന് ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് 2 പേർക്കും. അവരുടെ കാര്യം നോക്കാനും ആരുമില്ല. നാട്ടുകാർ അയൽവക്കക്കാരൊക്കെ സഹായിച്ചാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. വലിയ ചിലവുണ്ട് അവർക്ക്. ഇപ്പോൾ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മകൻ ഇപ്പോൾ വീണ്ടും തൊണ്ടയിൽ മുറിവ് വലുതായി, അതും ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ് വീണ്ടും 2ാമതും. അപ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇപ്പോൾ അവർ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ചികിത്സയ്ക്കും മരുന്നിനുമായിട്ടൊക്കെ തന്നെ നല്ല തുക ചിലവായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ പഞ്ചായത്ത് വഴി കിട്ടിയ ഒരു വീടാണ് ഇവർക്ക്. അതും ആ വീട് മാത്രമാണ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ലവരായ നാട്ടുകാർ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങളുടെ നല്ല വിശ്വാസം. നല്ലവരായ നാട്ടുകാർ അവർ സഹായിച്ചേ പറ്റുള്ളൂ. അവർക്ക് വേറെ ജീവിത മാർഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ തന്നെ അയൽവക്കക്കാരുടെ കരുണയൊക്കെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ നാട്ടുകാരുടെ സഹായം പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത്. ചികിത്സയ്ക്കും ജീവിതത്തിനുമായി സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.